ഉള്ള മെർക്കുറി സ്കിന്നിലേക്ക് ആഗിരണം ചെയ്തിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ഈ മെലാനിനെ നശിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മെലാനിലുള്ള സ്വാഭാവികമായിട്ടും സ്കിന്നിന് വെള്ള കളർ വരും. ഇവ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക്, നേരത്തെ പറഞ്ഞൂല്ലേ ഫേസ് ക്രീമുകൾ കിഡ്നിയെ ബാധിക്കുന്നുണ്ടെന്ന്, അതുപോലെ തന്നെ ലിപ്സ്റ്റിക് നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്നുണ്ട്, ലിവറിനെ ബാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഷാമ്പു ഉപയോഗിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്ങനെ നല്ല ഷാമ്പു തിരഞ്ഞെടുക്കാന്ന് പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന പല മേക്കപ്പ് പ്രോഡക്റ്റുകളും നമ്മൾ അറിയാതെ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 3 മേക്കപ്പ് പ്രോഡക്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അവ എപ്പോഴും നമ്മുടെ ബാഗിലും നമ്മുടെ ഷെൽഫിലും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ മേക്കപ്പ് പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, അവ എങ്ങനെ ഏറ്റവും സേഫായ രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. അപ്പൊ ആദ്യത്തെ മേക്കപ്പ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫെയർനെസ് ക്രീമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഒന്ന്. നമ്മൾ പലരും വെളുക്കാൻ വേണ്ടി തേക്കുന്ന ഈ ക്രീമുകളാണിവ. ഇനി ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണ് പലരും. അതുകൊണ്ട് ഈ ഫെയർനെസ് ക്രീമിന്റെ അപകടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന്റെ അപകടങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് പല പേരിലും നമ്മുടെ കയ്യിൽ എത്താറുണ്ട്. സ്കിൻ ലൈറ്റനിങ് ക്രീം, ബ്രൈറ്റനിങ് ക്രീം, ഗ്ലോ ബൂസ്റ്റർ, ഇങ്ങനെ അതിന് പല പേരുകളുണ്ട്. ഇവയുടെ ഉപയോഗം ഇത്രയും കൂടാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് പരസ്യങ്ങളാണ്. പരസ്യങ്ങളിലെല്ലാം ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നല്ല ഫെയർ ആയിട്ടുള്ള വെളുത്ത സ്കിന്നാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരമ്മ അവരുടെ മോന് വേണ്ടിയിട്ട് പെണ്ണ് ആലോചിക്കുകയാണ്. എപ്പോഴും വെളുത്ത കുട്ടികളെയാ അന്വേഷിച്ച് കണ്ടെത്താറുള്ളത്. ചിലപ്പോൾ ഈ അമ്മ ഇരുണ്ടതായിരിക്കും, പക്ഷെ അവരെപ്പോഴും അന്വേഷിക്കുന്നത് വെളുത്ത പെൺകുട്ടികളെയാണ്. അപ്പോൾ ഇതിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന പരസ്യങ്ങളിലെല്ലാം എപ്പോഴും വെളുത്തിട്ടുള്ള സ്ത്രീകളെയാണ് കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു കോംപ്ലക്സ് ഉണ്ടാവും അല്ലെ, ഇരുണ്ട ചർമ്മം മോശമാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും. വെളുത്ത ചർമ്മം ഉള്ളവളാണ് കൂടുതൽ സുന്ദരികൾ എന്നൊരു ചിന്തയുണ്ടാവും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മൾ സ്കിന്നിന് കളർ കൂട്ടാൻ നോക്കും. അങ്ങനെയുള്ള ട്രെൻഡുകളൊക്കെ നിങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അല്ലേ. പക്ഷെ എന്നാൽ ഈ ഫേസ് ക്രീമുകളിൽ എന്താണ് ഉള്ളത് എന്നറിയോ? എങ്ങനെയാണ് ഇത് നമ്മൾ ഒരു കുറച്ച് ദിവസങ്ങൾ തേക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവുന്നത്, വെളുക്കുന്നത് അറിയോ? അതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇതില് മാരകമായൊരു അപകടമുള്ള ഒരു ഘടകമുണ്ട്, മെർക്കുറി. നമ്മുടെ സ്കിന്നിന് അത് നാച്ചുറലായി കളർ നൽകുന്ന ആളാണ് മെലാനിൻ. ആ മെലാനിനാണ് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്നത്. അപ്പൊ ഈ ക്രീമിലുള്ള മെർക്കുറി സ്കിന്നിലേക്ക് ആഗിരണം ചെയ്തിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ഈ മെലാനിനെ നശിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മെലാനിലുള്ള സ്വാഭാവികമായിട്ടും സ്കിന്നിന് വെള്ള കളർ വരും. പക്ഷെ അതിന്റെ അപകടം എന്ന് പറയുന്നത് മെർക്കുറി അവിടെ കൊണ്ട് പണി നിർത്തുന്നില്ല. കാരണം ഈ മെർക്കുറി നമ്മുടെ രക്തത്തിലേക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ കിഡ്നിയിലെത്തും. ഇത് കിഡ്നിയിലെ ഫിൽറ്ററുകളെയൊക്കെ നശിപ്പിക്കും. അത് കിഡ്നിയാണ് നമ്മുടെ ബ്ലഡിനെ അരിച്ചെടുക്കാനൊക്കെ സഹായിക്കുന്നത്. അപ്പൊ അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ തന്നെ അവതാളത്തിലാക്കും. ഇതിനെയാണ് കിഡ്നി ഫെയിലിയർ എന്നൊക്കെ പറയുന്നത്. അതായത് വൃക്ക അടിച്ചുപോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് കിഡ്നി ഫെയിലിയർ. അത് ഈ ഫേസ് ക്രീമിന്റെ ഉപയോഗം കൊണ്ട് ഉണ്ടാവും. ഈ ഫേസ് ക്രീമിൽ കൂടുതൽ മെർക്കുറി അടങ്ങിയിട്ടുണ്ടെന്ന് ഇന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കിഡ്നി ഡാമേജ് ഉണ്ടാകുന്നു എന്നുള്ള പല തെളിവുകളും ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അടുത്തായിരുന്നു മിംസിൽ അങ്ങനെ ഒരു കുറച്ച് കേസുകൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഫെയർനെസ് ക്രീം ഉപയോഗിച്ച കുറെ പേർക്ക് കിഡ്നി ഫെയിലിയർ വന്നു. അതും വേറെ അസുഖങ്ങളൊന്നുമില്ല, അധികം പ്രായമില്ലാത്ത 20-നും 30-നും ഇടയ്ക്കുള്ള ആൾക്കാർക്ക്. ഇങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നതല്ലേ. അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിനെ പരിഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഈ ഫെയർനെസ് ക്രീം എന്തുകൊണ്ടാണ് വെളുക്കുന്നത്, അതിലുള്ള അപകടങ്ങൾ എന്താണുള്ളത്. അടുത്തൊരു പരിഹാരം എന്ന് പറയുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫെയർനെസ് ക്രീമിനെ നിങ്ങൾ തേടി പോകേണ്ടതുണ്ടോ? ഒരിക്കലും ഇല്ല കേട്ടോ. നമ്മുടെ ചിന്തയൊന്ന് മാറ്റിയാൽ തന്നെ മതി. വെളുത്തിരുന്നാലേ സുന്ദരിയാകൂ എന്നുള്ള നമ്മുടെ വിശ്വാസത്തെയാണ് മാറ്റേണ്ടത്. സൗന്ദര്യത്തെക്കാൾ വലുതാണ് ആരോഗ്യം. അത് നമ്മൾ തിരിച്ചറിയണം. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്, വെളുത്തിരിക്കുന്ന കുട്ടിയാണ്, പക്ഷെ കിഡ്നിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞാല്
ഈ ഡയാലിസിസുമായിട്ട് ഹോസ്പിറ്റലിൽ ദിവസവും കയറി ഇറങ്ങുന്ന ഒരുപാട് വൃക്കരോഗികളുണ്ട് നമുക്ക് ചുറ്റും. അവർക്കറിയാം ആരോഗ്യത്തിന്റെ വില എന്താന്ന്. സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്നതെല്ലാം വാരി തേച്ചിട്ട് അസുഖങ്ങൾ വരുത്തി വെക്കാതെ സൗന്ദര്യത്തെക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആരോഗ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. മക്കളെ അത് പഠിപ്പിക്കണം. അപ്പോൾ ഫെയർനെസ് ക്രീമുകൾ ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനി അടുത്ത അപകടകരമായിട്ടുള്ള ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ആണ് ലിപ്സ്റ്റിക്. പ്രായ വ്യത്യാസം ഇല്ലാതെയാണ് ഇന്ന് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്. വളരെ ചെറിയ കുട്ടികൾ പോലും സ്കൂളിൽ പോകുമ്പോൾ പോലും ലിപ്സ്റ്റിക് ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാരന്റ്സിനൊക്കെ അതിന്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ മക്കൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത്. ആദ്യം ഞാനൊരു ചോദ്യം ചോദിക്കാം കേട്ടോ. ഈ ലിപ്സ്റ്റിക്കിലും ഈ ബുള്ളറ്റിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താ? ലെഡ്. ഈ രണ്ടിലും ലെഡ് അടങ്ങിയിട്ടുണ്ട്. ബുള്ളറ്റ് അത് പെട്ടെന്ന് മനുഷ്യനെ കൊല്ലും. ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് അതും മനുഷ്യനെ കൊല്ലും. പക്ഷെ പതുക്കെ പതുക്കെയാണ് അത് മനുഷ്യനെ കൊല്ലുന്നത്. അതുകൊണ്ടാണ് അത് നമ്മുടെ മാർക്കറ്റിൽ നിന്നൊന്നും നിരോധിക്കാത്തത്. 2013 മാർക്കറ്റിൽ കിട്ടുന്ന 32 ബ്രാൻഡ് പ്രോഡക്റ്റുകളിൽ പഠനം നടത്തി. അതിൽ 75% പ്രോഡക്റ്റുകളിലും ലെഡ് അടങ്ങിയിട്ടുണ്ട്, അതും അളവിൽ കൂടുതൽ. നമ്മളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ലിപ്സ്റ്റിക്കിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അത് നമ്മുടെ ചുണ്ടിലല്ലേ നമ്മൾ തേക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വായിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ ചുണ്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് പെട്ടെന്ന് രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യും, രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇട്ടിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ വെള്ളം കുടിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക്കില് അപകടകരമായിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്, ലെഡ്, മെർക്കുറി തുടങ്ങിയവ. ഇവ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക്, നേരത്തെ പറഞ്ഞു അല്ലെ ഫേസ് ക്രീമുകൾ കിഡ്നിയെ ബാധിക്കുന്നുണ്ടെന്ന്, അതുപോലെ തന്നെ ലിപ്സ്റ്റിക് നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്നുണ്ട്, ലിവറിനെ ബാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരമാവധി ഇതിന്റെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പുള്ള ലിപ്സ്റ്റിക്കുകൾ വാങ്ങി ഉപയോഗിക്കുക. എപ്പോഴും നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ, എപ്പോഴും മേക്കപ്പ് പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് പുറത്ത് എഴുതിയിട്ടുണ്ടാവും, എന്തെല്ലാമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന്. അപ്പൊ അത് വായിച്ചു നോക്കണം. നിങ്ങൾ കയ്യിലുള്ള മേക്കപ്പ് പ്രോഡക്റ്റ് വായിച്ചു നോക്കിക്കോളൂ. നിങ്ങൾ ഇതുവരെ കാണാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ട് വാങ്ങുന്ന പലരും ഉണ്ട്. അത് അപകടമാണ്. കാരണം നോർത്ത് ഇന്ത്യയിലൊന്നും മേക്കപ്പ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിൽ ഒരു ചെക്കിങ്ങും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ വളരെ വില കുറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള വളരെ മോശമായിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റുകളാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത്. ഇനി അടുത്തത് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഷാമ്പു. ഷാമ്പു ഉപയോഗിക്കേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല, എങ്ങനെ നല്ല ഷാമ്പു തിരഞ്ഞെടുക്കാന്ന് പറയാം. ഏറ്റവും സേഫ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവും നമുക്ക് ഇതിലൂടെ പറയാം. ആദ്യം നമ്മൾ സാധാരണ കാണുന്ന കെമിക്കൽ ഷാമ്പുകളിൽ എന്തെല്ലാമാണ് ഉള്ളത്, അത് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലെ. നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഷാമ്പൂസ് മുടി കൊഴിച്ചിൽ ഉണ്ടാക്കും, താരൻ ഉണ്ടാക്കും, നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിന് പഠനങ്ങളുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാമ്പുവിന്റെ ഇൻഗ്രീഡിയൻസ് അതിൽ എന്തെല്ലാമെന്ന് വായിച്ചു നോക്കുക. അതിൽ ഒരു അപകടകരമായിട്ടുള്ള ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് സോഡിയം ലോറേറ്റ് സൾഫേറ്റ്. അതിന്റെ ജോലി എന്നുള്ളത് പത ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ തറ വൃത്തിയാക്കുമ്പോൾ, കാറ് വാഷ് ചെയ്യുമ്പോഴൊക്കെ ഒരു പത ഉണ്ടാവും അല്ലെ അതില്. അതുപോലെയുള്ള അതുപോലെയുള്ള ഘടകമാണ് ഈ സോഡിയം ലോറേറ്റ് സൾഫേറ്റ്. അതാണ് നമ്മുടെ ഷാമ്പുവിലും ഉള്ളത്. അത് നമ്മുടെ തലയിലുള്ള നാച്ചുറൽ ഓയിലിനെ തുടച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതായത് നാച്ചുറൽ ഓയിലിനെ ഇല്ലാതാക്കും. എന്നും ഇത് ഉപയോഗിക്കുമ്പോൾ, കുറെ കാലം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി വരണ്ടതാകാൻ തുടങ്ങും. നിങ്ങൾക്കറിയാം, ഷാമ്പു കുറെ ദിവസം ഉപയോഗിച്ചാല്, സ്ഥിരമായിട്ട് ഉപയോഗിച്ചാല് നമ്മുടെ മുടി വരണ്ടതായിട്ട് തോന്നൂ അല്ലെ. അപ്പോൾ നമ്മൾ അടുത്തത് മുടി വരണ്ടിട്ടുണ്ട്, ഇനി എന്താണ് പരിഹാരം എന്ന് ആലോചിക്കും. അപ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് അടുത്ത സാധനം എത്തുന്നത്. നമ്മുടെ ഹെയർ കണ്ടീഷണർ എന്ന് പറയും, സീറം എന്നൊക്കെ പറയും. അതിൽ ഉള്ളത് മറ്റൊരു കെമിക്കലാണ് സിലിക്കോൺ. അത് ഈ സിലിക്കോൺ എന്നുള്ളത് നമ്മുടെ മുടിയെ ഒരു കുറച്ച് കാലത്തേക്ക് നല്ല കാണാൻ ഭംഗിയാക്കി വെക്കും, കുറച്ചൊരു മോയ്സ്ചറൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യത്തെ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചു അല്ലെ, പിന്നെ അതിന്റെ പ്രശ്നമായിട്ടാണ് നമ്മുടെ മുടി വരണ്ടു വരുന്നത്. അപ്പോൾ നമ്മൾ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഷാമ്പു മുടി വരണ്ടു പോവാൻ കാരണമായി. നമ്മൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു
കണ്ടീഷണർ ഉപയോഗിക്കുകയാണ്. ഇതാണ് എപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്നത്. നമ്മൾ ഒരു കെമിക്കൽ ഷാമ്പുവിന്റെ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് മറ്റൊരു കെമിക്കൽ വാങ്ങി യൂസ് ചെയ്യാണ്. ഇത് നമ്മൾ ആ ട്രാപ്പിൽ പെട്ടുപോവുകയാണ്. ആദ്യം ഷാമ്പു വാങ്ങുന്നു, പിന്നെ കണ്ടീഷണർ വാങ്ങുന്നു, അതുണ്ടാകുന്ന പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം വാങ്ങുന്നു. ഇനി ഈ ഷാമ്പുവിലുള്ള മറ്റൊരു കെമിക്കലാണ് ഫ്രാഗ്രൻസ് എന്നുള്ള പേരിൽ അതിൽ ആഡ് ചെയ്യുന്നത്. നല്ല സ്മെല്ലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചിലപ്പോൾ ഈ ഫ്രാഗ്രൻസ് എന്നുള്ളതിന്റെ ഉള്ളിൽ ചേർക്കുന്ന കെമിക്കൽസ് പോലും അതിന്റെ പേര് പോലും ആ ഇൻഗ്രീഡിയൻസിൽ ഉണ്ടാവില്ല. നമ്മുടെ സ്കാൽപ്പിലെ ചർമ്മത്തിലൂടെ ഒരുപാട് കെമിക്കൽസ് നമ്മുടെ രക്തത്തിലേക്ക് കലരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിലെ ചർമ്മത്തിനെ അപേക്ഷിച്ച് ഒരു 4 മടങ്ങ് ആഗിരണശേഷി കൂടുതലാണ് നമ്മുടെ സ്കാൽപ്പിലുള്ള ചർമ്മത്തിന്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യും. അതുപോലെ മറ്റൊരു രാസവസ്തു എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് പാരബൻസ്. ഈ പാരബൻസ് നമ്മുടെ ശരീരത്തിലെ ഹോർമോണിൽ മാറ്റം വരുത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ന് ഹോർമോൺ ഇംബാലൻസ് വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. PCOD ഉണ്ട്, തൈറോയിഡ് ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ പലപ്പോഴും എത്തുന്നത് ഈ പ്രോഡക്റ്റുകളിലായിരിക്കും. അപ്പോൾ ഇനി ഷാമ്പു വാങ്ങുമ്പോൾ ലോറേറ്റ് സൾഫേറ്റ്, പാരബൻസ്, ഫ്രാഗ്രൻസ് ഇങ്ങനത്തെ കെമിക്കൽസ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് ഷാമ്പു തിരഞ്ഞെടുക്കാം. അടുത്തൊരു നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഹെർബൽ ഷാമ്പൂസ് നോക്കുക. ഹെർബൽ എന്നുള്ള പേരുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുക എന്നുള്ളതാണ്. മേക്കപ്പ് പ്രോഡക്റ്റുകളായാലും ഹെർബൽ എന്ന് പേര് വെച്ച് മാത്രം അത് നാച്ചുറൽ ആവില്ല, അത് സേഫ് ആവില്ല. എപ്പോഴും അതിന്റെ പിന്നിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കണം. അതിൽ മിക്കവാറും ഉണ്ടാവുക ഒരുപാട് കെമിക്കൽസ് ചേർക്കും. എന്നിട്ട് കുറച്ച് കറ്റാർവാഴയോ കുറച്ച് ആര്യവേപ്പിലോ ഒക്കെ ചേർത്തിട്ട് അത് ഹെർബൽ എന്ന പേരിൽ ഇറക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ചതികളിലൊന്നും ചെന്ന് ചാടരുത്. എപ്പോഴും ഇൻഗ്രീഡിയൻസ് നോക്കുക, കെമിക്കൽസ് ഏതൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്നൊക്കെ നോക്കുക. കാരണം ഇത് നമ്മൾ കുറേ കാലം യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മിനിമം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അങ്ങനെ നോക്കിയിട്ടേ വാങ്ങാൻ പാടുള്ളൂ. അപ്പൊ എല്ലാ ദിവസവും ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഷാമ്പുവിന്റെ ഉപയോഗം കുറയ്ക്കാം. പിന്നെ പണ്ട് അമ്മമാരൊക്കെ ചെയ്തിരുന്ന പോലെ ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഉപയോഗിച്ച് അതിന്റെ പൊടികളൊക്കെ ഇപ്പോൾ സുഖമായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അതൊക്കെ ഉപയോഗിച്ച് ഇടയ്ക്ക് തല കഴുകാം. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, ചിലപ്പോൾ നിങ്ങളുടെ ബാഗിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന 3 മേക്കപ്പ് പ്രോഡക്റ്റുകളെ, അതിന്റെ സൈഡ് എഫക്റ്റുകളെ, എങ്ങനെ അത് വാങ്ങുമ്പോൾ സേഫ് ആയിട്ട് വാങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ അറിവിലേക്കായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. നമ്മുടെ വെയിറ്റ് ലോസ് ഓൺലൈൻ പ്രോഗ്രാം ആണ് ആയുർഫിറ്റ് എന്നുള്ളത്. ഇതിൽ നിങ്ങൾക്കൊരു ഡോക്ടർ ഉണ്ട്, ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ട്, ഒരു ഡയറ്റീഷ്യൻ ഉണ്ട്. അപ്പൊ ഒരു ഡോക്ടറുടെ നിരീക്ഷണത്തിൽ ഡയറ്റീഷ്യന്റെയും ഫിറ്റ്നസ് ട്രെയിനറുടെയും ഒക്കെ നിർദ്ദേശത്തിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്മുടെ ടീം അംഗം നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.